ഹായ് ഫ്രണ്ട്സ്, ഫിസിക്സിലെ മോഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്നത്. മോഷൻ എന്ന ചാപ്റ്ററിൻ്റെ തിയറി പാർട്ട് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള തിയറി പാർട്ട് അതിൻ്റെ ചെറിയ ഒരു റിവിഷൻ ഇന്ന് നമുക്ക് നടത്താം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം ഡിസ്റ്റൻസിനെ കുറിച്ചും ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചുമാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞത്. ഡിസ്റ്റൻസ് എന്നാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ ദി ഒബ്ജക്റ്റ്, അല്ലേ? ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന പാത്തിൻ്റെ മൊത്തം ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാൽ ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ്. അതായത് ഇനീഷ്യൽ പോയിൻറ്റിൻ്റെയും ഫൈനൽ പോയിൻറ്റിൻ്റെയും ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് വ്യത്യസ്ത രീതിയിൽ സഞ്ചരിക്കാം, വ്യത്യസ്ത പാത്തിലൂടെ സഞ്ചരിക്കാം. ആ പാത്തുകളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലേറ്റവും ചെറിയ പാത്ത് ഏതാണോ, അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉള്ള പാത്ത് ഏതാണോ അതിൻ്റെ ലെങ്ത്തിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിരിക്കും. ഒരിക്കലും ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കുറവായിരിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്റ്റൻസിനെയും ഡിസ്പ്ലേസ്മെൻറ്റിനെയും ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിച്ചത്. പിന്നീട് നമ്മൾ സ്പീഡിനെ കുറിച്ചും അതുപോലെ വെലോസിറ്റിയെക്കുറിച്ചും ചർച്ച ചെയ്തു. സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈമാണ്. അതുപോലെ തന്നെ വെലോസിറ്റി എന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് സ്കലാർ ക്വാണ്ടിറ്റി ആയതുപോലെ തന്നെ സ്പീഡും ഒരു സ്കലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുപോലെ തന്നെ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി വെലോസിറ്റി പഠിച്ചതിന് ശേഷം നമ്മൾ ആക്സിലറേഷനും റിട്ടാർഡേഷനും ഡിസ്കസ് ചെയ്തു. ആക്സിലറേഷൻ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഇക്വേഷൻ v-u/t ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ സ്പീഡ് കൂടി വരികയാണെങ്കിൽ അതിനാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കുറഞ്ഞു വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് എന്നും നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങളാണ് ഈ 6 ടേംസുമായി ബന്ധപ്പെട്ട്, അതായത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, റിട്ടാർഡേഷൻ. ഈ 6 ടേംസാണ് നമ്മൾ പ്രധാനമായിട്ടും പരിചയപ്പെട്ടത്. അവയുടെ ഇക്വേഷൻസ് നമ്മൾ പരിചയപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നീട് നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമ്മൾ റോഡ് ആക്സിഡൻസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. റോഡ് ആക്സിഡൻസിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ റോഡിലൂടെ നടക്കുന്ന ആളുകൾ, ഡ്രൈവർമാർ, ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ഫോർ എ ട്രെയിൻ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ടു പിക്കപ്പ് എ വെലോസിറ്റി ഓഫ് 20 m/s ഇഫ് ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് 0.1 m/s. അപ്പോൾ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തും തന്നിട്ടുണ്ട്, വെലോസിറ്റിയും തന്നിട്ടുണ്ട്, ഫൈനൽ വെലോസിറ്റിയും തന്നിട്ടുണ്ട്, അല്ലേ? നമ്മോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് m/s² ആണ് നമുക്കറിയാം. അതുപോലെ തന്നെ വെലോസിറ്റി m/s ആണ്, അല്ലേ? m/s. ഞാനൊന്ന് കറക്റ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്കറിയാം ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? ആക്സിലറേഷൻ ഈക്വൽ ടു v-u/t ആണ്. ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ നമുക്ക് AT ചെയ്താൽ എന്ത് കിട്ടും? AT ഈക്വൽ ടു v-u എന്ന് കിട്ടും, അല്ലേ? AT ഈക്വൽ ടു v-u. ഇവിടെ ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടുള്ളത് 0.1 ആണ്. 0.1 ഇൻറ്റു t ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. v നമുക്ക് എത്രയാണ് തന്നത്? 20 m/s വെലോസിറ്റി അറ്റൈൻ ചെയ്യാനെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 20 ആണ് v, മൈനസ് u എത്രയാണ്? സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതായത് 0.1 ഇൻറ്റു t ഈക്വൽ ടു 20 മൈനസ് 0. അപ്പോൾ ഇവിടെ t ഈക്വൽ ടു 20/0.1 എന്ന് കിട്ടും, അല്ലേ?
20/1 എത്രയാണ്? 20 ആണ്. അപ്പോൾ 20/0.1 എത്രയാണ്? 200 സെക്കൻഡ്സ് എന്ന് നമുക്ക് കിട്ടും അല്ലേ? ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഇത്രയും വെലോസിറ്റി അറ്റൈൻ ചെയ്യാൻ ആ കാറ് അല്ലെങ്കിൽ ആ ട്രെയിൻ എന്തായിരിക്കും? ആ ട്രെയിന് 200 സെക്കൻഡ് സമയമെടുക്കും അല്ലേ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ മാൻ ട്രാവലിംഗ് അലോങ് ദി സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 5 മീറ്റർ റീച്ചസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി മാൻ? അതായത് ഒരാൾ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാണ്. അയാൾ ഇങ്ങനെ റെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അയാളിങ്ങനെ മൂവ് ചെയ്തിട്ട് എന്താണ് സഞ്ചരിച്ച് ആദ്യം തുടങ്ങിയ സ്ഥലത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്തുകയാണ് അല്ലേ? ഇതൊരു സർക്കിളാണ്, സർക്കിളിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. അയാൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അയാളുടെ ജേണി അവസാനിപ്പിക്കുകയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് നമുക്കറിയാം എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ ദി ഒബ്ജക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ മാൻ ആയതുകൊണ്ട് ഇയാൾ എത്ര സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? റേഡിയസ് 5 മീറ്റർ ആണ് അല്ലേ? ഈ സർക്കിളിൻ്റെ റേഡിയസ് 5 മീറ്റർ ആണ്. 5 മീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ സർക്കുംഫറൻസ് എന്ന് പറയുന്നത് 2πr ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സർക്കുംഫറൻസിന് ഈക്വൽ ആയിട്ടുള്ള ദൂരമായിരിക്കും ഇയാൾ സഞ്ചരിച്ചിട്ടുണ്ടാവുക. ഇപ്പം 2πr ചെയ്താൽ നമുക്ക് 2 × 3.14 ഇൻറ്റു r എത്രയാണ്? 5 ആണ്. അപ്പോൾ 10 × 3.14 എന്ന് കിട്ടും അല്ലേ? 31.4 മീറ്റർ ആയിരിക്കും അയാളുടെ ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഇയാൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫൈനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇയാളുടെ ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ സർക്കിളിൻ്റെ സർക്കുംഫറൻസ് കണ്ടാൽ മതി. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. കാരണം അയാൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ അയാളുടെ ജേണി അവസാനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫൈനൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും സെയിം ആണ്. അതുകൊണ്ട് അവർ തമ്മിലുള്ള ഡിഫറൻസ് 0 ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് എ കാർ ഇൻ എ ജേണി ഇൻ വിച്ച് ഇറ്റ് മൂവ്സ് വിത്ത് എ സ്പീഡ് ഓഫ് 40 km/h ഫോർ 1 hour ആൻഡ് ദെൻ അറ്റ് 55 km/h ഫോർ 2 hours? ആദ്യം ഒരു കാർ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ആ കാറ് 40 km/h 1 മണിക്കൂർ സഞ്ചരിച്ചു. 40 km/h 1 hour സഞ്ചരിച്ചു. പിന്നീട് സെയിം കാർ തന്നെ 55 km/h എത്ര അവർ സഞ്ചരിച്ചു? 2 hours സഞ്ചരിച്ചു അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് വെലോസിറ്റിയാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് സ്പീഡ് കാണാൻ നമുക്കറിയാം എന്താണ്? വി ആവറേജ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ടൈം ഇവിടെ നമുക്ക് ആദ്യത്തെ ജേണിയിൽ, അതായത് ആദ്യം 1 hour 40 km/h സഞ്ചരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? 40 km ആണ്. കാരണം അവിടുത്തെ ഡിസ്റ്റൻസ് കാണാൻ നമ്മൾ അവിടുത്തെ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി അല്ലേ? സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്രയാണ്? 40 km/h ആണ്. 40 km/h ആണ്. ഇൻറ്റു ടൈം എത്രയാണ്? 1 hour ആണ്. അപ്പോൾ 40 km ആയിരിക്കും സഞ്ചരിച്ചിട്ടുണ്ടാവുക ആദ്യത്തെ 1 hour അല്ലേ? അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ ഡിസ്റ്റൻസിൽ ആദ്യത്തെ 1 hour 40 km എഴുതി. പിന്നീട് 2 hours ഈ കാർ സഞ്ചരിച്ചിട്ടുള്ളത് 55 km/h 55 km/h. അപ്പോൾ അവിടെ സഞ്ചരിച്ചിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യുകയാണെങ്കിൽ സ്പീഡ് 55 ആണ് അല്ലേ? ഇൻറ്റു 2 ആണ്. 2 hours സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം 110 km എന്ന് കിട്ടും. പിന്നീട് സഞ്ചരിച്ച 2 hour മൊത്തം സഞ്ചരിച്ചിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 110 km ആണ്. ഇത്രയുമാണ് ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ? ആദ്യത്തെ അവറിൽ 40 km, പിന്നീടുള്ള 2 hour ആകെ കൂടി 110 km. ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇനി ടോട്ടൽ ടൈം എത്രയാണ്?
1+2 ആണ് അല്ലേ? ആദ്യത്തെ 1 ഹവറും പിന്നീട് 2 ഹവേഴ്സും, അപ്പോൾ 3 ആണ്. അപ്പോൾ നമ്മളിത് ചെയ്താൽ 150 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും, ഈക്വൽ ടു 50 km/h എന്ന് കിട്ടും. ഇതാണ് കാറിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് സ്പീഡ് കാണാൻ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ചെയ്താൽ മതി. ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക? ഒന്നുകിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്പീഡും ടൈമും തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡിസ്റ്റൻസ് കാണാൻ പറ്റും. ഈ രൂപത്തിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ വെലോസിറ്റി ഓഫ് എ കാർ ചേഞ്ചസ് ഫ്രം 10 m/s to 40 m/s വിത്തിൻ 1 minute. കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദി കാർ. ഇവിടെ u ഈക്വൽ ടു 10 m/s ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 10 m/s ആണ്. ഫൈനൽ വെലോസിറ്റി എന്താണ്? 40 m/s ആണ്. ടൈം നമുക്ക് തന്നിട്ടുള്ളത് 1 minute ആണ്. 1 minute ആണ്. ഞാൻ ഇതിനെ സെക്കൻഡിലേക്ക് മാറ്റുകയാണ്, കാരണം ഇവിടെ m/s, ഇവിടെ m/s യൂണിറ്റ് ഉള്ളത്, വെലോസിറ്റിയുടെ യൂണിറ്റ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് 1 മിനിറ്റിനെ 60 സെക്കൻഡ് എന്ന് എഴുതാം അല്ലേ? ഇനി ആക്സിലറേഷൻ ആണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ആക്സിലറേഷൻ ഈക്വൽ ടു v - u/t ആണ്. v - u/t ആണ്. v എത്രയാണ്? 40 മൈനസ് u എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ 60 അല്ലേ? നമ്മൾ യൂണിറ്റ് ഒരേ യൂണിറ്റ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെക്കൻഡിലേക്ക് മാറ്റിയിട്ടുള്ളത്, SI സിസ്റ്റത്തിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മൾ 30 ഡിവൈഡഡ് ബൈ 60 എന്ന് കിട്ടും അല്ലേ? ഈക്വൽ ടു 1/2. അപ്പോൾ 1/2 ഓർ 0.5 m/s² ആണ് ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? ട്രൈ ടു ക്ലാസിഫൈ ദി ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ആസ് വെക്ടേഴ്സ് ആൻഡ് സ്കലാർസ്. താഴെ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. ഇവരിൽ വെക്ടേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ സ്കലാർസ് ആരൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് നമുക്കറിയാം, ഡിസ്റ്റൻസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതിന് ഡയറക്ഷൻ ഇല്ല, അതുകൊണ്ട് അത് സ്കലാറാണ് അല്ലേ? പിന്നെ ടൈമും സ്കലാറാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? വെക്ടറാണ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷനും ഉണ്ട്. ഏരിയ നമുക്ക് സ്കലാറായിട്ട് എടുക്കാം അല്ലേ? പിന്നെ മാസ് സ്കലാറാണ്. വെലോസിറ്റി എന്താണ്? വെക്ടറാണ്. ആക്സിലറേഷനും വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ടേബിൾ വരച്ചിട്ട് സ്കലാർ ക്വാണ്ടിറ്റീസ് അതുപോലെ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് എഴുതിയിട്ട് 2 കോളം വരച്ചിട്ട് ഈ ക്വാണ്ടിറ്റീസിനെ നിങ്ങളുടെ സയൻസ് ഡയറിയിലേക്ക് എഴുതിയെടുക്കണം. വെക്ടർ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, സ്കലാർ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത്. ഇത്രയുമാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്ററിലെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.